ഇന്ത്യയുടെ വൈദ്യുതി ആവശ്യകത നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. സർക്കാരും സ്വകാര്യ വമ്പന്മാരും മേഖലയിൽ വമ്പൻ നിക്ഷേപം നടത്തുന്നു. പുനരുപയോഗ ഊർജം, ഗ്രീൻ എനർജി എന്നിവ എപ്പോഴും ചർച്ചയായി നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ മികച്ച അടിസ്ഥാനവും പ്രതീക്ഷയുമുള്ള ഊർജ ഓഹരികളെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്നത് നേട്ടമാകും. ഇന്ത്യൻ വൈദ്യുതി മേഖലയിൽ 20% കൂടുതൽ പ്രവർത്തന ലാഭ മാർജിനുള്ള 5 കമ്പനികളെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഈ കമ്പനികൾ പലപ്പോഴും ശക്തമായ ബിസിനസ്, കാര്യക്ഷമത, വിലനിർണ്ണയ ശക്തി എന്നിവ കാണിക്കുന്നു. ഈ ഓഹരികളുടെ വില 150 രൂപയിൽ താഴെയാണെന്നത് ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. ഓഹരികൾ പരിചയപ്പെടാം. NHPC. ഇന്ത്യ ഗവൺമെന്റിന്റെ മുൻനിര ജലവൈദ്യുത ഉൽപാദന കമ്പനിയാണ് NHPC. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ എന്നതാണ് NHPCയുടെ പൂർണ്ണരൂപം. 1975 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. കമ്പനിക്ക് മിനിരത്ന പദവി ലഭിച്ചിട്ടുണ്ട്. വിവിധ പവർ യൂട്ടിലിറ്റികൾക്ക് ആവശ്യമായ വൈദ്യുതിയുടെ ഉൽപാദനത്തിലും വിൽപ്പനയിലുമാണ് കമ്പനി പ്രധാനമായും ഏർപ്പെട്ടിരിക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തെ 3ാം പാദത്തിലെ കണക്കനുസരിച്ച് കമ്പനിക്ക് ജലവൈദ്യുതിയും പുനരുപയോഗ ഊർജവും ഉൾപ്പെടെ 7233 മെഗാവാട്ട് സ്ഥാപിത ശേഷിയാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത ഉൽപാദകരിൽ ഒരു കമ്പനിയാണ് NHPC. രാജ്യത്തിന്റെ ആകെ ഉൽപാദനത്തിന്റെ ഏകദേശം 15% ഉൽപാദിപ്പിക്കുന്നത് കമ്പനിയാണ്. അതായത് 6971 മെഗാവാട്ട് ജലവൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. 15 സംസ്ഥാനങ്ങളിലായി 28 പവർ സ്റ്റേഷൻസ് ആണ് കമ്പനിക്കുള്ളത്. ഇനി കമ്പനിയുടെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 89 രൂപയാണ് നിലവിലെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. 89,672 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്. പ്രവർത്തന ലാഭ മാർജിൻ 46% തുടരുന്നു. അറ്റ ലാഭ മാർജിൻ 39% തുടരുന്നു. 118 രൂപയിലേക്ക് ഉയർന്ന ഓഹരി 71 രൂപ വരെ ഇടിഞ്ഞിരുന്നു. സ്റ്റോക്കിന്റെ PE 29.4 തുടരുന്നു. ROCE 7.39%, ROE 7.67%. ഇയർ ടു ഡേറ്റ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ 12% റിട്ടേൺ നൽകിയിട്ടുണ്ട്. SJVN അഥവാ സത്ലജ് ജൽ വിദ്യുത് നിഗമാണ് അടുത്തത്. കമ്പനി 1988 നാത്പ ചക്രി പവർ കോർപ്പറേഷൻ എന്ന പേരിൽ കമ്പനിയെ സംയോജിപ്പിച്ചു. 2002 സത്ലജ് ജൽ വിദ്യുത് നിഗം ലിമിറ്റഡ് എന്നും ഒടുവിൽ 2009 സെപ്റ്റംബർ 10 SJVN ലിമിറ്റഡ് എന്നും പേരിലേക്ക് മാറ്റി. കമ്പനിയും വൈദ്യുതി ഉൽപാദനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഓഗസ്റ്റിൽ കമ്പനിക്ക് നവരത്ന പദവി ലഭിച്ചിരുന്നു. വൈദ്യുതി ഉൽപാദനത്തോടൊപ്പം ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായ കൺസൾട്ടൻസി സേവനങ്ങളും നൽകുന്നുണ്ട്. ഇന്ത്യ കൂടാതെ നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളും സേവനങ്ങൾ നൽകുന്നു. ഹൈഡ്രോ പവർ കൂടാതെ റിന്യൂവബിൾ എനർജി, തെർമൽ പവർ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. 2 പവർ ട്രാൻസ്മിഷൻ ലൈൻസും പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ അന്തർ സംസ്ഥാനങ്ങളിൽ ഇലക്ട്രിസിറ്റി വ്യാപാരം ചെയ്യുന്നതിന് I എന്ന ലൈസൻസും കരസ്ഥമാക്കിയിട്ടുണ്ട്. നിലവിൽ 97 രൂപയാണ് ഓഹരി വില. 38,532 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്. പ്രവർത്തന ലാഭ മാർജിൻ 48%. അറ്റ ലാഭ മാർജിൻ 25.4% കുറവാണെന്നുള്ളതും ശ്രദ്ധേയമാണ്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 160 രൂപയാണ്. 52 വീക്ക് ലോ 80.5 രൂപയാണ്. സ്റ്റോക്കിന്റെ PE 47 തുടരുന്നു. ROCE 4.87%, ROE 5.79%. എയർടെൽ ഡേറ്റ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ -4% നൽകിയിരിക്കുന്നതെന്ന് കാണാം. 2023 177% കുതിച്ച ഓഹരി കൂടിയാണിത്. ജയപ്രകാശ് പവർ വെഞ്ചേഴ്സ് ആണ് അടുത്ത ഓഹരി. 1994 സ്ഥാപിതമായ ജയപ്രകാശ് പവർ വെഞ്ചർ ലിമിറ്റഡ് കൽക്കരി ഖനനം, മണൽ ഖനനം, സിമന്റ് ഗ്രൈൻഡിംഗ്, താപ ജലവൈദ്യുതി ഉൽപാദനം എന്നിവയാണ് ചെയ്യുന്നത്. 18,059 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്. നിലവിലെ ഓഹരി വില 23 രൂപയാണ്. പ്രവർത്തന ലാഭ മാർജിൻ 29% തുടരുന്നു. അറ്റ ലാഭ മാർജിൻ 11% ഉണ്ട്. 52 ആഴ്ചയിലെ ഉയർന്ന നില 24 രൂപയും താഴ്ന്ന നില 12 രൂപയുമാണ്. സ്റ്റോക്ക് PE 19.9 ROCE 10%, ROE 6% തുടരുന്നു. എയർടെൽ ഡേറ്റ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ 48% നേട്ടം നൽകാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് ഓറിയൻ ഗ്രീൻ പവർ ആണ്. പുനരുപയോഗ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡിപെൻഡന്റ് പവർ പ്രൊഡ്യൂസർ കമ്പനിയാണ് ഓറിയൻ ഗ്രീൻ പവർ കമ്പനി ലിമിറ്റഡ്. വിൻഡ് എനർജിയാണ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത്. വൈവിധ്യമാർന്ന വിൻഡ് എനർജി പവർ പ്ലാന്റ് കമ്പനിക്കുണ്ട്. തമിഴ്നാട്, കർണാടക, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് എനർജി പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നിലവിലെ ഓഹരി വില 15.2 രൂപയാണ്. 1796 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്.
പ്രവർത്തന ലാഭ മാർജിൻ 38% തുടരുന്നുണ്ട്. എന്നാൽ അറ്റ ലാഭ മാർജിൻ 36% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും സവിശേഷതയാണ്. 52 ആഴ്ചയിലെ ഉയർന്ന നില 23.4 രൂപയാണ്. 52 ആഴ്ചയിലെ താഴ്ന്ന നില 10 രൂപയാണ്. സ്റ്റോക്ക് പി 49.7 തുടരുന്നു. ROCE 6.65%. ROE 3.84%. ഇയർ ടു ഡേറ്റ് റിട്ടേൺ 9.72% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ATC എനർജി സിസ്റ്റംസ് ആണ് അടുത്ത ഓഹരി. 1998 സ്ഥാപിതമായ കമ്പനിയാണ് ATC എനർജി സിസ്റ്റംസ്. എക്സ്റ്റെൻസീവ് റീചാർജബിൾ ലിഥിയം അയൺ ബാറ്ററിയാണ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ ലിഥിയം അയൺ ബാറ്ററി എന്നിവയൊക്കെ കമ്പനിയുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ അടുത്താണ് കമ്പനി വിപണിയിൽ ലിസ്റ്റ് ചെയ്തത്. 63 കോടി രൂപ സമാഹരിക്കാനാണ് എത്തിയത്. മാർച്ചിൽ IPOയുമായി എത്തിയ കമ്പനി ഏപ്രിൽ 2-ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. NSE SME പ്ലാറ്റ്ഫോമിലാണ് കമ്പനി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 9% ഡിസ്കൗണ്ടിലാണ് ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. 171 കോടി രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്. നിലവിലെ ഓഹരി വില 80 രൂപയാണ്. പ്രവർത്തന ലാഭ മാർജിൻ 30% തുടരുന്നുണ്ട്. അറ്റ ലാഭ മാർജിൻ 20% തുടരുന്നു. 52 ആഴ്ചയിലെ ഉയർന്ന നില 115 രൂപയാണ്. ഏപ്രിൽ 29-നാണ് 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തിയത്. 52 ആഴ്ചയിലെ താഴ്ന്ന നില 72 രൂപയാണ്. ജൂലൈ 2-നാണ് ഈ ഒരു ലെവലിലോട്ട് എത്തിയത്. സ്റ്റോക്ക് പി 14.5 തുടരുന്നു. ROCE 12.2%, ROE 18.6% നിലനിൽക്കുന്നത്.